കേസെടുത്തിട്ട് അതിൽ എനിക്ക് ജയിലിൽ അടക്കി തന്നെ വേണം. മോളും മോനായിട്ട് ഇഷ്ടം മോനോട് മോനാണ് ഈ കുടുംബം പുലർത്തുന്നത്. ഞങ്ങൾക്ക് 2 കുട്ടികൾക്കാണ് സുഖമില്ലാത്ത. അതിനിങ്ങനെ മറ്റുള്ള അച്ഛനമ്മമാർക്കും ഞങ്ങളെ ഇത് വരാതെ അതാ വേണ്ടത്. നമസ്കാരം. തെറ്റായ ആരോപണം ഉന്നയിച്ച് വീഡിയോ സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത യുവതിക്കെതിരെ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് ആത്മഹത്യ ചെയ്ത ദീപകിന്റെ പിതാവ്. കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്ന മകനാണ് നഷ്ടമായത്. അവന്റെ മരണത്തിനു കാരണക്കാർ ആയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാരോപിച്ചുകൊണ്ട് യുവതി വീഡിയോ ചെയ്തതിനു ശേഷം ദീപക് വലിയ മനോവിഷമത്തിലായിരുന്നുവെന്നും അതാണ് ദീപകിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും ദീപകിന്റെ പിതാവ് കൂട്ടിച്ചേർത്തു. എന്താ കുട്ടിക്ക് ഒരു ആക്ഷൻ എടുത്തിട്ട് കേസെടുത്തിട്ട് അതിൽ എനിക്ക് ജയിലിൽ അടക്കി തന്നെ വേണം. അങ്ങനെ നടന്നാലേ നാട്ടിൽ നടക്കില്ല. ഇതെല്ലാം ഒരു പരിപാടി കൊല്ലം മോനായിട്ട് എന്തെങ്കിലും നമുക്കാകെ ഒറ്റ മോളും മോനായിട്ട് ഒറ്റ മോനാണ് ഈ കുടുംബം പുലർത്തുന്നത്. ഞങ്ങൾക്ക് 2 കുട്ടികൾക്കാണ് സുഖമില്ലാത്ത. അപ്പം അതിന് എനിക്ക് വേണ്ടതെല്ലാം എല്ലാ ആക്ഷൻ എടുത്തിട്ട് അവർ വേണ്ട നടപടി എടുത്തിട്ട് ഇതാക്കുക. മോൻ അത്ര നല്ലൊരു സ്വഭാവക്കാരനാണ്. ഒരു ഇതിലേക്കില്ലാത്ത കുട്ടിയാണ്. ഇപ്പം ഷോപ്പിൽ ഇവിടെ വർക്കിന് പോയി വന്നു കഴിഞ്ഞാൽ അഥവാ നേരം ലേറ്റ് ആയാൽ അപ്പം മമ്മീനെ വിളിച്ച് പറയും, മമ്മി ലേശം ലേറ്റ് ആവും, പേടിക്കണ്ട. അഥവാ പപ്പ വന്നിട്ടില്ലെങ്കിൽ മമ്മി അടുത്ത വീട്ടിലേക്ക് പോകണം, രാത്രി ആയാലും ഒറ്റയ്ക്ക് നിൽക്കണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞൊരു കുട്ടിയാണ്. അതാ വെച്ചാൽ എന്താ വേണ്ട ചിലർക്ക് ഓം കൈകാര്യം ചെയ്യണം വീട്ടിലേക്ക് വേണ്ടിയിട്ട്. ഞങ്ങളെ ഇതിലേക്ക് ഓനാണെങ്കിൽ നാഴിക്കല് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഞങ്ങളെ ഇതുവരെ സന്തോഷത്തോടെ ജീവിച്ചതാണ്. എല്ലാ കാര്യങ്ങളും പോയിക്കാനും വക്കീലിൻ്റെ അടുത്ത് ഏട്ടൻ്റെ മോൻ പോയിക്കാനും കോടതി ഇവിടെ പോയിട്ട് എല്ലാ പേപ്പറും കയറാനും ശരിയാക്കണം. നല്ല ആക്ഷൻ എടുത്തിട്ട് അതിനിങ്ങനെ ഒരു മറ്റുള്ള അച്ഛനമ്മമാർക്കും ഞങ്ങളെ ഇത് വരാതെ അതാ വേണ്ടത്.